ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു കുബൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. നമുക്ക് ആദ്യം ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചെറു ചൂടുവെള്ളം 1 കപ്പ് ഒഴിച്ച് കൊടുക്കാം. നല്ല ചൂടുണ്ടാവരുത്, വെള്ളം ചെറു ചൂടുവെള്ളമാണ് ഇതിലേക്ക് വേണ്ടത്. എന്നാൽ ഈസ്റ്റ് നന്നായിട്ട് പൊന്തിയിട്ട് കിട്ടുകയുള്ളൂ. നമുക്കിതൊന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നമുക്കിത് ഒരു 10 മിനിറ്റ് നേരത്തേക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ ഈസ്റ്റ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. കുബൂസിൻ്റെ മാവ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 3 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ ഈസ്റ്റിൻ്റെ ലായനി കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാൻ ഈ മാവ് കുഴക്കുന്നത് നമ്മുടെ ബീറ്ററിൻ്റെ ഈ പിന്ന് ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുത്താലും മതി. ആവശ്യാനുസരണം നമുക്ക് ഈസ്റ്റിൻ്റെ ലായനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മാവിൻ്റെ മേലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 2 മണിക്കൂർ നേരത്തേക്ക് നമ്മുടെ മാവിന് നമുക്കൊന്ന് അടച്ചു വെക്കാം, ഒന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ താൻ നമ്മുടെ മാവ് 2 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തുമ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്കിതിനെ ഓരോ ചെറിയ ബോളാക്കി എടുക്കണം. ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മൈദപ്പൊടി തൂവി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ ബോൾസിനെയും എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. നമ്മുടെ കുബൂസ് നല്ല കട്ടിയും വേണ്ട, നല്ല തിന്നും വേണ്ട, അങ്ങനെയാണ് നമുക്ക് പരത്തിയെടുക്കേണ്ടത്. ഞാൻ ഇതുപോലെ എല്ലാ കുബൂസും പരത്തിയെടുത്തിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി വിതറിയിട്ടുണ്ട്. അതിൻ്റെ മേലേക്കാണ് ഞാൻ പരത്തിയിടുന്ന എല്ലാ കുബൂസും ഇട്ട് കൊടുക്കുന്നത്. പരത്തി വെച്ച കുബൂസിൻ്റെ മേലേക്ക് നമുക്കൊരു നനഞ്ഞ തുണി ഒന്ന് വിരിച്ചിട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നേരത്തേക്കൊന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ്. ചൂടായ പാനിലേക്ക് ഞാൻ കുബൂസിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗം ഒന്ന് പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 4 ഭാഗം നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓരോ ഭാഗം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒന്ന് പൊന്തി കിട്ടും. കുബൂസ് നന്നായിട്ട് പൊന്തി വരുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് എല്ലാ കുബൂസും ചുട്ടെടുക്കാം. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. നമ്മുടെ കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ആ കുഞ്ഞ് ബെല്ലൈക്കൺ അമർത്തി ആളെന്നെ ബട്ടൺമേ അമർത്താനും മറക്കരുത്. കൂട്ടത്തിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്തേക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ, സി യു.